അവിടെ ഒരു അമ്മായിയമ്മ, ഇവിടെ ഒരു അമ്മായിയമ്മ. ഒരമ്മായിയമ്മയ്ക്ക് ഭരതനാട്യം അറിയാം, മറ്റൊരു അമ്മായിയമ്മയ്ക്ക് കുച്ചിപ്പുടി അറിയാം എന്ന് പറഞ്ഞതുപോലെയാണ് കഥയിലെ കാര്യങ്ങൾ. എന്തായാലും വിചിത്രമായ ആ കഥയിലേക്ക് കടക്കാം. ഗീത എഴുതുന്ന മെയിൽ. മാഡം, എൻ്റെ പേര് ഗീത, യഥാർത്ഥ പേരല്ല. എനിക്ക് ഒരു മകനും ഒരു മകളുമാണുള്ളത്. മകൻ മൂത്തതാണ്, മകൾ ഇളയവൾ. അവൾ PGക്ക് പഠിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ മകൻ അവനൊരു ചെറിയ കമ്പനിയിൽ ജോലിക്ക് കയറി. എൻ്റെ ഭർത്താവിന് ഒരു കടയാണുള്ളത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ചത്. മകന് ജോലിയായി കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കല്യാണം ആദ്യം നടത്തിയാലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. പക്ഷെ അവൻ പറഞ്ഞു അനീത്തിയുടെ കല്യാണം നടത്തിയിട്ട് മാത്രം മതിയെന്ന്. അങ്ങനെ പല ആലോചനകളും ഞാൻ നോക്കുകയായിരുന്നു. ആ സമയത്താണ് ടൗണിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഴയ ഒരു കൂട്ടുകാരി, എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ്, അവളെ കണ്ടത്. കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ഓടി വന്നു. എടീ, എത്ര കാലമായി കണ്ടിട്ട്. അവൾക്കും 2 മക്കളുണ്ട്. എനിക്കറിയാം, ഒത്തിരി വർഷത്തിന് മുമ്പ് ഒന്ന് കണ്ടതാണ്. പക്ഷേ ദൂരെ ഒരു സ്ഥലത്താണ് അവളെ കെട്ടിച്ചത്. അതുകൊണ്ട് പിന്നീട് കോണ്ടാക്റ്റ് ഒന്നുമില്ല. സോഷ്യൽ മീഡിയ വഴിയും ഞാൻ അവളെ ഒന്ന് തെരഞ്ഞായിരുന്നു. പല സമയത്തും അവളുടെ പേരൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. എന്തായാലും അവളെ കണ്ടപ്പോൾ വളരെ സർപ്രൈസ് ആയിരുന്നു. കാര്യം ഞങ്ങൾ രണ്ടുപേരും പണ്ട് നല്ല കൂട്ടായിരുന്നു. അവളുടെ പ്രേമം എനിക്കും അറിയായിരുന്നു, എൻ്റെ പ്രേമം അവൾക്കും അറിയായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പ്രേമിച്ച ആൾക്കാരെ ഒന്നുമല്ല കല്യാണം കഴിച്ചത്. എങ്കിലും അന്നത്തെ കുസൃതിയും രഹസ്യങ്ങളും മറ്റ് പരിപാടികളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്യുന്ന കൂട്ടുകാരായിരുന്നു. പക്ഷെ വീടുകൾ തമ്മിൽ ഇത്തിരി ദൂരമായതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ചൊക്കെ അകന്നു പോയത്. അല്ലായിരുന്നെങ്കിൽ അവൾ എന്ന് തിരക്കാമായിരുന്നു എന്ന് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളുടെ സൗഹൃദത്തിന് പലപ്പോഴും ആയുസില്ല. എന്നാലും ഓർമ്മകൾ അങ്ങനെയല്ലല്ലോ, കുസൃത്തരങ്ങൾ മനസ്സിൽ കിടക്കും. അവൾ ഇപ്പോഴും കണ്ടാൽ അതീവ സുന്ദരിയാണ്. പ്രായം ബാധിച്ചിട്ടേ ഇല്ല. പണ്ടേ എത്തിയ ശൃംഗാരിയാണ്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, ആ നിനക്കും അത്ര വലിയ പ്രായമൊന്നും ബാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞൊന്ന് പോടി, 2 വലിയ പിള്ളേർ എനിക്കുണ്ടെന്ന്. അപ്പൊ അവള് പറഞ്ഞു, എടി എൻ്റെ പിള്ളേർക്കും നല്ല പ്രായമില്ലേ. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈൽ നമ്പർ കൈമാറി. അവളുടെ മകന് നഗരത്തിലാണ് ജോലി കിട്ടിയത്. അവനിപ്പോൾ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ അകലെയാണ്. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പുള്ളി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഭർത്താവ് അന്യ സംസ്ഥാനത്തിലായിരുന്നപ്പോൾ അവിടെയുള്ളൊരു സ്ത്രീയുമായിട്ട് പ്രേമത്തിലായി. ഇപ്പോൾ അവരുടെ കൂടെയാണ്. അതുകൊണ്ട് അവൾ കുറെ വർഷമായിട്ട് ഒറ്റയ്ക്കാണ്. മകന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇവിടെ ഇനിയിപ്പോൾ സെറ്റിലാകാനാണ് ഇഷ്ടമെന്നും ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും പറഞ്ഞു. എന്തായാലും മകന് നല്ലൊരു സ്ഥിരം ജോലി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ മകനും ഇവിടെ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എന്തായാലും ഒരു അവധി ദിവസം നിങ്ങൾ കുടുംബസമേതം 3 പേരും ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ അവൾക്കുണ്ട് ഒരു മകനും ഒരു മകളും. അങ്ങനെ ഞാൻ അവളെ ക്ഷണിച്ചതിന് ഭാഗമായി അവർ 3 പേരും കൂടെ വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ സംസാരിച്ചു വന്നപ്പോഴില്ലേ, അവിടുത്തെ മൂത്ത മകനും എൻ്റെ മകനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മാസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ പെൺമക്കളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് എല്ലാം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത്, എടി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ കൂട്ടുകാരുടെ മകൻ, അവനെ കാണാൻ നല്ല സുന്ദരനൊരു പയ്യൻ. അവിടുത്തെ കൊച്ചാണെങ്കിലും നല്ല സുന്ദരിയാണല്ലോ. എനിക്കിപ്പോൾ തോന്നുന്നു, എടി അവിടെ ഒരു ചെക്കനുണ്ട്, ഇവിടെ ഒരു പെണ്ണുണ്ട്, ഇവിടെ ഒരു പെണ്ണുണ്ട്, അവിടെ ഒരു ചെക്കനുമുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ നിങ്ങൾ പറഞ്ഞ നേരാ. നീ അവളോടൊന്ന് സംസാരിക്കേ, നിന്റെ കൂട്ടുകാരുടെ അല്ലേ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊരു മാറ്റക്കല്യാണം നടത്തി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും കാണില്ല. എന്തായാലും ജാതകം ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ അവളെ വിളിച്ചു പറഞ്ഞു. അവളത് കേട്ട് അങ്ങ് സന്തോഷിച്ചു. ഉള്ളതാണോടി, നമുക്ക് മുന്നും പിന്നും നോക്കാതെ ഈ ബന്ധം നടത്താം. ഞാൻ പറഞ്ഞു, സന്തോഷിക്കാൻ വരട്ടെ. ഇവർക്ക് പരസ്പരം ഇഷ്ടമാകുമെന്ന് ആർക്കറിയാം, പിന്നെ പ്രേമം വല്ലതും ഉണ്ടോ എന്ന് ആർക്കറിയാം, ജാതകം ചേരുമെന്ന് ആർക്കറിയാം, ഒന്നും അറിയില്ല. അതുകൊണ്ട് ജാതകങ്ങൾ ആദ്യം നമുക്ക് ഒന്ന് നോക്കാന്ന് പറഞ്ഞു. നോക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ജാതകങ്ങൾ ചേരും. കൊള്ളാം. ഇനി ഇവരുടെ അഭിപ്രായം അറിഞ്ഞാൽ മതി. എൻ്റെ മകനോടും മകളോടും ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് പ്രേമം വല്ലതും ഉണ്ടോന്ന്. ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ ഇവിടെ കല്യാണാലോചനകളൊക്കെ ഒന്ന് ചൂട് പിടിക്കുന്നല്ലോ, അവരൊന്നും പറഞ്ഞിട്ടില്ല പ്രേമമുണ്ടെന്ന്. അപ്പൊ നമുക്കൊരു ധൈര്യമുണ്ട്.
അങ്ങനെ അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സമ്മതം. അപ്പോഴേക്കും പിന്നെ ഒഫീഷ്യലായിട്ട് അവൾ മകനെയും മകളെയും വിളിച്ചോണ്ട് ഇങ്ങോട്ടൊന്ന് വന്നു. അതേപോലെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു കൂട്ടർക്കും ഇഷ്ടമായി. എൻ്റെ മകൾക്ക് അവിടുത്തെ പയ്യനെ ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ തന്നെ പെട്ടെന്ന് തന്നെ ആ കല്യാണം നടന്നു. ഇതാലോചിച്ച് ഏകദേശം 3 മാസം എടുത്തില്ല. അതിനു മുമ്പേ കല്യാണം കഴിഞ്ഞ് കുറച്ചുനാൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷകരമായി മുന്നോട്ട് പോയി. ഇതിനിടയ്ക്ക് എൻ്റെ മകൻ എപ്പോഴും അമ്മായിമ്മയുടെ വീട്ടിലാണ്. എന്താണെന്നറിയില്ല, പക്ഷെ മരുമകൾക്ക് സ്വന്തം അമ്മയുടെ അടുത്ത് പോകാൻ അത്ര വലിയ ആഗ്രഹമൊന്നുമില്ലെങ്കിലും എൻ്റെ മകൻ എന്നും അമ്മായിമ്മയുടെ അടുത്ത് വിസിറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി എന്നിട്ടേ വീട്ടിൽ വരികയുള്ളൂ. ആദ്യം ഞാൻ ഓർത്ത് ഭർത്താവൊന്നുമില്ലാത്തൊരു സ്ത്രീയല്ലേ, പക്ഷെ അവളെ നോക്കാൻ എൻ്റെ മോനുണ്ട്, പിന്നെ മോളുണ്ട്, എല്ലാവരും സ്നേഹമാണ്. പിന്നെ എൻ്റെ മകൻ പോയിട്ട് എക്സ്ട്രാ എന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്ന് ഞാൻ ഓർത്തു. പിന്നെ എൻ്റെ കൂട്ടുകാരിയല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും നോക്കുമ്പോഴില്ലേ എൻ്റെ മകനെ ഓവറായിട്ട് ലാളിക്കുകയും ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയുമാണ്. പോകെ പോകെ എനിക്ക് ഇതൊട്ടും പന്തിയില്ലെന്ന് തോന്നി. കാര്യം എന്തിനാണ് ഇവൾ സ്വന്തം മരുമകനോട് ഇത്രയധികം അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്? സ്വന്തം മകനോട് അത്ര അറ്റാച്ച്മെന്റ് ഇല്ല, അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കില്ല. പക്ഷേ എൻ്റെ മകനോട് അമിതമായ സ്നേഹം. ചില ദിവസങ്ങളിൽ എന്നെ വിളിച്ച് പറയും, എടീ ഇന്നില്ലേ ഉണ്ണിമ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ചോദിച്ചു ഉണ്ണിയപ്പം ഉണ്ടാക്കി തരുമോ അമ്മയെന്ന്. ഞാനാണെങ്കിൽ പറഞ്ഞു അതിനെന്താടാ ഇപ്പൊ ഉണ്ടാക്കി തരാമെന്നും. ഞാൻ പിന്നെ യൂട്യൂബ് നോക്കിയില്ലടി, പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കി. എന്നിട്ട് അവനെ അവിടെ ഇരുത്തി. അതുകൊണ്ടായിരുന്നു അവൻ താമസിച്ചത്. എൻ്റെ ഉണ്ണിയപ്പം നന്നായി തിന്നിട്ട് അവൻ അങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആപാത ചൂടം ചൊറഞ്ഞു വന്നു. ഉണ്ണിയപ്പം കാണാതെ കിടക്കുന്ന ചെക്കനൊന്നും അല്ലല്ലോ, എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലേ? ഇവനെന്തിനാണ് പുതുമയായിട്ട് അമ്മായിമ്മയോട് പോയി പറയുന്നത്? പുത്തരിയിൽ കല്ല് കടിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇത്രയും ഞാൻ ചോദിച്ചു, ഉണ്ണിയപ്പം മരുമകന് മാത്രമാണോ അതോ സ്വന്തം മകനും കൊടുത്തോന്ന്? എനിക്കറിയില്ല, അവർ രണ്ടുപേരുടെ പുറത്തു പോയി കാണാം. നിന്റെ മോളും എൻ്റെ മോനും കൂടെ 24 മണിക്കൂറൊന്നും കറക്കമാണല്ലോ, അതുകൊണ്ട് അവർക്ക് ഉണ്ണിയപ്പൊന്നും തിന്നാൻ നേരമില്ല. എൻ്റെ പാചകമൊക്കെ രുചിച്ച് ആസ്വദിക്കുന്നത് എൻ്റെ കണ്ണനാ എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാനായിട്ടും എൻ്റെ ഭർത്താവായിട്ട് മുൻകൈ എടുത്ത് നടത്തിയ വിവാഹമാണ്. ഒരു അമ്മായിമ്മ മരുമകനെ സ്നേഹിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്നാലും പെറ്റത്തള്ളക്ക് ചിലപ്പോൾ ഒരു അസൂയ തോന്നില്ലേ? ആ അസൂയ എനിക്ക് ആദ്യമേ തുടങ്ങി. പതുക്കെ മകൻ എന്നോട് അധികമൊന്നും സംസാരിക്കാതായി. അവൻ്റെ അമ്മാവൻ വിളിക്കുമ്പോഴേക്കും ഓടിപ്പോകും. എൻ്റെ കൂട്ടുകാരിയാണ്, എന്താണ് ഞാൻ അവളോട് പറയുക? അങ്ങനെ എൻ്റെ ഭർത്താവിനും ഇടയ്ക്ക് ഈ സംശയം തോന്നാൻ തുടങ്ങി. ഇവൻ എന്തിനാടി അവിടെ ഒരു ആഞ്ചിറക്കമുള്ളപ്പോഴേക്കും ഓടിപ്പോയിട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവൻ അകന്നകന്ന് പോവുകയാണല്ലോ എന്ന് ഭർത്താവ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തോ ഒരു വശപ്പശ കൊണ്ട് അവള് ഇത്തരം സ്വഭാവക്കാരിയാണെന്ന് എനിക്കറിയില്ല. ചെക്കനെ അവൾ എന്തോ മാന്ത്രിക വലയത്തിൽ ആക്കിയതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ശരിവെച്ചു. അപ്പോ ആരെ കുറ്റം പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞു. നിങ്ങളാണ് ഈ ഐഡിയ കൊണ്ടുവന്നെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? നല്ലതാണെന്ന് വിചാരിച്ചല്ലേ ഇപ്പൊ ഇങ്ങനെയാകുമെന്ന് ആര് കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മരുമകനല്ലേ, അതായത് അവളുടെ മകൻ എന്നോട് വളരെ ഭവ്യതയായിട്ടാണ് പെരുമാറുന്നത്. എന്തെങ്കിലും ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വരും. പക്ഷേ ഇതുപോലുള്ള അറ്റാച്ച്മെന്റോ ഓവർ സംസാരമോ ഒന്നുമില്ല. ഇത്തിരി അകലെ വിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ മകനാണെങ്കിൽ അമ്മായിമ്മൻ കേൾക്കുമ്പോഴേ മഞ്ഞ് പോലെ അങ്ങ് ഉരുകും. അവൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ഒരു പ്രശ്നമില്ല. സ്വന്തം അമ്മയെ സ്വന്തം ഭർത്താവ് ഏറ്റവും നന്നായി ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അവൾക്കങ്ങ് സന്തോഷം. അവൾ എന്നോട് പറയും, ഷോ ചേട്ടനില്ലേ അമ്മയും കൊണ്ട് പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളിലും അങ്ങ് പോവുകയാണ്. അമ്മ ഇത്രയും നാളായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു. എൻ്റെ ഭർത്താവ് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. എൻ്റെ സഹോദരനില്ലേ അങ്ങനെ ഒന്നും ചെയ്യില്ല. പുള്ളിയാണെങ്കിൽ ഒരു റിസർവ്ഡ് ടൈപ്പാണ് അമ്മേ. എന്ത് ചെയ്യാനാണ്, അമ്മയ്ക്ക് ഇപ്പോഴാണ് ഭാഗ്യം വന്നതെന്നൊക്കെ എൻ്റെ മരുമകൾ പറയും. അത് കേൾക്കുമ്പോൾ ഞാൻ പറയും, നല്ല കാര്യം. പക്ഷേ മനസ്സിൽ ഞാൻ പറഞ്ഞത്, എടി പൊട്ടിപ്പെണ്ണെ, നീ ശ്രദ്ധിക്കണം. എൻ്റെ മകനും നിന്റെ അമ്മയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നീ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ജീവിതം മുഴുവനും കുളമാകും. 2 കുടുംബവും കുളമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിൽ പറയും. പക്ഷെ എന്ത് ചെയ്യാനാണ്, പുറത്തു പറയാൻ പറ്റില്ല. അതോടെ എനിക്കും വല്ലാത്തൊരു പ്രശ്നമായി. ഒരു വട്ടം ഇവർ 2 പേരും കൂടി, അതായത് എൻ്റെ കൂട്ടുകാരിയും എൻ്റെ മോനും കൂടെ എവിടെയോ പോയി. എന്ന് വെച്ചാൽ ഏതോ ക്ഷേത്രത്തിലോ മറ്റോ ആണ്, തൃശ്ശൂരുള്ള. അതിൻ്റെ പടിക്കെട്ടിന് താഴെ വെച്ചിട്ട് ആരെ കണ്ടോ ഒരു ഫോട്ടോ എടുപ്പിച്ചു. 2 പേരും കൂടി ഇങ്ങനെ ചേർന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലുള്ളൊരു ഫോട്ടോ
ഫോട്ടോ. എന്നിട്ട് വിത്തുമായി അമ്മായിയമ്മ എന്നൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടു. താഴെ വന്ന ഒത്തിരി പേര് ക്യൂട്ട് അമ്മായിയമ്മയാണെന്ന് കണ്ടാൽ പറയില്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു. പിന്നെ അറിയാത്ത ആളുകൾ വന്നിട്ട് സൂപ്പർ ജോഡിയെന്നും അതേപോലെ തന്നെ നമുക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള ചില കമന്റുകളും വന്നു. ഞാനിതൊക്കെ കണ്ടു. ഞാൻ മരുമകളെ കാണിച്ചു, എടി നിന്റെ അമ്മയും എന്റെ മോനും കൂടെ നിൽക്കുന്ന പടത്തിന് കീഴെ വന്ന കമന്റുകളൊക്കെയാണ്, നീ ഇത് കണ്ടോ, നീ ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് സോഷ്യൽ മീഡിയ അല്ലേ അമ്മേ, അങ്ങനെയൊക്കെ പറയും, എനിക്കത് കണ്ടപ്പോൾ ചിരിയാവെന്ന് പറഞ്ഞു. ഈ പെണ്ണിന് ഇതെന്താണ്, യാതൊരു സംശയവും ഇല്ല, ഇവള് പൊട്ടാണോ വട്ടാണോ ആർക്കറിയാം, എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. ഹസ്ബൻഡിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഹസ്ബൻഡ് പറഞ്ഞു, നീ മോനോടൊന്ന് ചോദ്യരെ ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോ ഇടാമോ എന്ന്. എന്തായാലും ആരും കേൾക്കാതെ ഞാൻ ഒരു ദിവസം മകനോട് ചോദിച്ചു, മോനെ നീ എന്തിനാണ് അവളുടെ കൂടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ കെട്ടിപ്പിടിച്ച ഫോട്ടോ എടുത്ത് ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇട്ടത്, എത്ര പേരാ വൃത്തികെട്ട കമന്റുകൾ ഇട്ടേക്കുന്നത്, നിനക്കൊരു ബോധമില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മകൻ എന്നോട് പൊട്ടിത്തെറിച്ചു, അമ്മയ്ക്ക് എന്താ, കമന്റ് ഇടുന്നവരെക്കാൾ സംശയമാണല്ലോ അമ്മയ്ക്ക്, അമ്മ ഒരു സംശയരോഗിയാണ്, എൻ്റെ അമ്മയേക്കാൾ എത്രയോ സ്നേഹമുള്ളൊരു സ്ത്രീയാണ് അമ്മയുടെ കൂട്ടുകാരി എന്ന് പറയുന്ന എൻ്റെ അമ്മായിയമ്മ, അവരിൽ നിന്നാണ് ഞാൻ യഥാർത്ഥ സ്നേഹം അറിഞ്ഞത്. എൻ്റെ അമ്മ എന്തായാലും അതേപോലൊരു സ്ത്രീയല്ല, അതെൻ്റെ ദൗർഭാഗ്യം. ഇപ്പോൾ അമ്മയായിട്ട് കണ്ടെത്തിയ എൻ്റെ അമ്മായിയമ്മ അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു ഗോഡ്സ് ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മകൻ എന്തൊക്കെയോ പറഞ്ഞ് കത്തിക്കേറി. ഞാൻ പറഞ്ഞു, ഇത് അവസാനം പ്രശ്നത്തിൽ അവസാനിക്കും, തീക്കളയാകും, അവളുടെ സ്വഭാവം പണ്ടേ ഇത്തിരി ഇളക്കമാണ്, ഇത് അമ്മയും മോനും തമ്മിലുള്ളൊരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് ശരിയാകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് സംശയമാണെന്ന് പറഞ്ഞ് എൻ്റെ മകൻ എന്നോട് വഴക്കുണ്ടാക്കി. എന്നിട്ട് അവളെ വിളിച്ചു പറഞ്ഞു. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നെ വിളിച്ചു, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിന്റെ മോൻ എനിക്ക് അന്യനൊന്നുമല്ല, അവൻ എൻ്റെ മരുമോനാണ്, എൻ്റെ മരുമോനും ഞാനും കൂടി ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് ഇത്രയ്ക്ക് അങ്ങോട്ട് അവനെ സംശയിക്കുന്നത്, എന്നെ അവനെ കൂടെ സംശയിച്ചിട്ട് ഫേസ്ബുക്കിലെ കമന്റിന്റെ പേര് പറഞ്ഞിട്ട് നീയല്ലേ അതിനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ അവനെ കളിയാക്കി വിട്ടത്. അവൻ വന്ന് എല്ലാം പറഞ്ഞു, പഴയ എൻ്റെ സ്വഭാവം എന്തോ മോശമാണെന്നോ എൻ്റെ ഹിസ്റ്ററി മോശമാണെന്നോ നീ അവനോട് പറഞ്ഞു. അവൻ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണൻ്റെ മുന്നിൽ ഞാനങ്ങ് നാണം കെട്ടുപോയി. നിനക്ക് നാണമില്ലടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞ് അവൾ എന്നോട് വഴക്കുണ്ടാക്കി. ഞാനപ്പോൾ നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്പടി ശീലാവതി, എടി പഠിക്കുമ്പോഴുള്ള നിന്റെ ചാട്ടവും തുള്ളലുമൊക്കെ ഞാൻ കുറെ കണ്ടതാണ്. പഠിപ്പിക്കുന്ന സാറുമാര് മുതൽ വഴിക്കൂടെ പോകുന്ന കപ്പലണ്ടി വിൽക്കുന്ന ചേട്ടൻ വരെ നിനക്ക് കാമുകരല്ലായിരുന്നോടി. നിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലേ. ഓരോ ദിവസം ഓരോ ആണുങ്ങളുടെ കഥയുമായിട്ട് നീ വന്നു. നീ ആരെയെ കല്യാണം കഴിച്ചത്, എങ്ങനെയാ കല്യാണം കഴിച്ചതെന്നും എനിക്കറിയില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്റെ ഭർത്താവ് എന്തിനാ വേറൊരു സ്ത്രീയുടെ കൂടെ പോയി നിന്നെ ഉപേക്ഷിച്ച് കഴിയുന്നെന്ന്. നിന്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്, അങ്ങേർക്ക് ഒരു കുറ്റവും കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. ചുരുക്കം പറയണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോണിൽ കൂടി അന്യോന്യം നന്നായി കലഹിച്ചു. ഞാൻ പറഞ്ഞു, നിന്റെ അമിതമായ സ്നേഹപ്രകടനങ്ങൾ എനിക്ക് ഒട്ടും രസിക്കുന്നില്ല, ഇത് ശരിയായൊരു സ്നേഹപ്രകടനമാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിന്റെ കയ്യിൽ ഇരിക്കട്ടെടി, ഇനിയിപ്പൊ നീ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, മേലോട്ട് നോക്കിയിരിക്കെ എന്ന് പറഞ്ഞ് അവൾ എന്നോട് പുറത്തു പറയാൻ കൊള്ളാത്ത 2 വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് കേട്ടപ്പോഴേ നിന്റെ സ്റ്റാൻഡേർഡ് എനിക്ക് മനസ്സിലായി. എടി പണ്ടത്തെ പോലെ തന്നെയാണ് നിന്റെ സ്വഭാവം, നീ ഇപ്പോഴും മാറിയിട്ടില്ല, ഇത് ശരിയായ ബന്ധമല്ലെന്ന് പറഞ്ഞു. ഇപ്പോഴേക്കും അവൾ പറഞ്ഞു, അതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ മോനായിരിക്കും ഇനി എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത്, നിന്റെ അടുത്തേക്ക് അവൻ വരില്ല. ഇനിയിപ്പോൾ നിനക്ക് അവൻ്റെ ഒരു സ്നേഹം പ്രതീക്ഷിക്കേണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കണ്ണനെ ഞാൻ അങ്ങോട്ടേക്ക് സ്നേഹിക്കാൻ സമ്മതിക്കില്ലടി. അവൻ എൻ്റെ പുറകെ ആയിരിക്കും, എൻ്റെ മിടുക്കാണ്. ഞാൻ ചിലപ്പോൾ അവനെ ചരടിൽ കെട്ടിയിടും, അല്ലെങ്കിൽ ഞാൻ എടുത്തും എന്ന് പറഞ്ഞ് അവൾ വേറെ അസഭ്യമായ പദവും പറഞ്ഞു. അവിടെ വെക്കും, നിനക്കെന്താ, നീ പോയി എന്തെങ്കിലും കാണിക്കടി, നീ എന്ത് പറഞ്ഞാലും എൻ്റെ കണ്ണൻ അത് വിശ്വസിക്കില്ല, അവൻ ഇനി എന്നെ സ്നേഹിക്കുള്ളൂ. ഞാൻ പറഞ്ഞു, നിന്റെ മോടെ ഭർത്താവാണ് എൻ്റെ മോനെന്ന് ഓർക്കണം. ആ ഭർത്താവാണെങ്കിൽ അവൻ അവളെ നന്നായി നോക്കിക്കോളും. അമ്മായിമ്മയും മരുമകളെയും കൂടെ ഒന്നിച്ചു നോക്കിയാൽ എന്താ, ഭൂമി ഇടിഞ്ഞു വീഴുമുടി. എടി വയസ്സാം കാലത്ത് നിന്റെ ഭർത്താവിന് യാതൊരു ഉണർവും കാണില്ല, അങ്ങനെ കണ്ടാൽ അറിയാം ഫ്യൂസ് പോയ ബൾബാണെന്ന്. അതുകൊണ്ട് നിനക്ക് ഒത്തിരി ഫ്രസ്ട്രേഷൻ കാണും, കാണുന്നതിലെല്ലാം നീ അത് ചിന്തിക്കും, വീട്ടിൽ തന്നെ കുത്തിയിരിക്കല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതേടി ഞാൻ അങ്ങനെ ചിന്തിച്ചു, നിനക്കാണെങ്കിൽ പിന്നെ ഭർത്താവ് വിട്ടിട്ട് പോയിട്ട് നീ ആണെങ്കിൽ സ്വന്തമായി നടക്കുകയാണല്ലോ, ആർക്കും വരാം ആർക്കും പോകാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, കണക്കായിപ്പോയി, ആരെങ്കിലും വരികയോ ആരെങ്കിലും പൊയ്ക്കോ ചെയ്യോട്ടെ, അതിന്റെ കൂട്ടത്തിൽ നിന്റെ മോനും വന്നോ പോയി എന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഇനി
കണ്ണനെ നിനക്ക് വിട്ടുതരില്ല. നീയും നിന്റെ കഴിവുകെട്ട ഭർത്താവും കൂടി അവിടെ ഇരുന്ന് എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. മാഡം, എനിക്ക് വല്ലാത്തൊരു നാണക്കേടായി പോയി. അവളുടെ നാവിന് മുമ്പിൽ എനിക്ക് ശരിക്കൊരു മറുപടി പറയാൻ പറ്റിയില്ല. എന്തായാലും അത് കഴിഞ്ഞതിൽ പിന്നെ എന്റെ മകൻ എന്നോടധികം മിണ്ടുന്നില്ല. കാര്യങ്ങൾ മറ്റാരും അറിഞ്ഞില്ല. ഞാനും ഭർത്താവും മാത്രമേ അറിഞ്ഞുള്ളൂ. ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും ഇതിൽ നിന്റെയും കുഴപ്പങ്ങളുണ്ട്. അവൾ ഇത്ര കുഴപ്പക്കാരിയാണെങ്കിൽ നീ എന്നോടൊന്ന് സൂചിപ്പിക്കണമായിരുന്നു. ഞാൻ അറിയാതെയാണല്ലോ ഈ പ്രൊപ്പോസൽ ഉണ്ടാക്കിയത്. ആരോടും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ പോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവും ഞാനും മിണ്ടാതിരുന്നു. മകൻ 1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അവന്റെ അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറുകയാണ്, ഇവിടെ നിൽക്കുന്നില്ലെന്ന്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതാ കൺവീനിയൻസ് അങ്ങോട്ട് മാറുകയാണെന്ന് പറഞ്ഞ് ഒരു ദിവസം എല്ലാം എടുത്തോണ്ട് പോയി. എനിക്ക് മനസ്സിലായി ഇതാണ് കാരണമെന്ന്. നാട്ടുകാരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മകൻ അവിടെ ക്വാർട്ടേഴ്സ് ഇപ്പോഴാണ് അനുവദിച്ചത്, അവിടെ പോയി താമസിക്കേണ്ടത് അത്യാവശ്യമാണ്, പിന്നെ വല്ലപ്പോഴും ഇങ്ങോട്ട് വരികയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. എന്നാലും എന്തോ പ്രശ്നമുണ്ടെന്ന് എൻ്റെ ബന്ധുക്കൾ എന്നോട് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ലെന്ന്. ഞാനും അവളും കൂടെ വിളിക്കാതായി. അത് എൻ്റെ മകളൊക്കെ അറിഞ്ഞു. മരുമകനെ ചോദിച്ച് എന്താ കാര്യമെന്ന്. ഈ സംഭവങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. എന്തൊക്കെയോ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നി. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിലുണ്ടായ പിണക്കമാണ്, നിങ്ങൾ ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ അങ്ങ് സോൾവ് ചെയ്തു. എല്ലാവരും തമ്മിൽ ചെറിയൊരു അകൽച്ചയായി. ഇതിനിടയ്ക്ക് ഒരു ദിവസം മരുമകൾ എന്നെ വിളിച്ചു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടി, എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിലെ വില്ലത്തിയാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. എൻ്റെ ഭർത്താവുമായിട്ട്, അതായത് അമ്മയുടെ മകനുമായിട്ട് എൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ബന്ധമല്ല. എന്താ മോളെ നീ പറയുന്നത്? അമ്മ പണ്ട് എന്നോടൊന്ന് സൂചിപ്പിച്ചതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നു. വാട്സാപ്പിൽ കൂടി അതിനുള്ള തെളിവുകൾ ഞാൻ കണ്ടുപിടിച്ചു. നമ്മൾ ഒന്നും വിചാരിക്കാത്ത കാര്യമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ ഭർത്താവ് ഒരു കൂട്ടം വീഡിയോസ് എന്നും അമ്മയ്ക്ക് അയച്ചു കൊടുക്കും. അമ്മയും അതുപോലെ തിരിച്ച് വീഡിയോ അയക്കുകയാണ്. വോയിസ് നോട്ടുകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ അതൊക്കെ എടുത്തു. അമ്മയ്ക്ക് ഞാൻ അയച്ചു തരാം, കേട്ടിട്ട് അമ്മ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വോയിസ് നോട്ട് എനിക്ക് അയച്ചു തന്നു. എൻ്റെ മകൻ, അമ്മേ, അമ്മ ഇന്ന് എൻ്റെ കൂടെ വരുമോ? നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോകാം എന്ന് പറയുന്നു. ആ, നീ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കടാ, ഞാൻ പറയാം. കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തൊക്കെ കുസൃത്തരങ്ങളാ കാണിച്ചത്. അമ്മയും അത്ര മോശമൊന്നുമല്ല. അന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കില്ലേ അമ്മയുടെ മോള് എന്നോട് സ്നേഹത്തോടു കൂടി അടുത്തു വന്നു. പക്ഷേ എനിക്കന്ന് ഒന്നിനും പറ്റിയില്ല. അതിനു മുമ്പേ അമ്മ, ഒന്ന് പോടാം, നീ എന്നെ കാണുമ്പോൾ തന്നെ ഇത്ര ആവശ്യം കാണിക്കുന്നുണ്ടല്ലേ. ഞാൻ കാറിലാണെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കാത്തതും നീ എന്തൊക്കെ കുസൃതകളാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട്. ഇങ്ങനെയൊന്നുമല്ല മാഡം, ഇതൊന്നും പുറത്ത് പറയാൻ കൊള്ളാത്ത പല സംഭാഷണങ്ങളുമാണ്. അങ്ങനെ പലതും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മരുമകളോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നിന്റെ അമ്മയാണ്, നീ അവരോട് കൊമ്പ് കോർക്കാൻ ചെല്ലാമെങ്കിൽ നീ ചെല്ലൂ. ഞാനാണെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ അമ്മയോട് ഒരു വഴക്കുണ്ടായപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറഞ്ഞ് വിശദമായ കാര്യങ്ങൾ മരുമകളോട് പറഞ്ഞു. അവളത് കേട്ട്, കറക്റ്റ് അമ്മേ, അമ്മ പറഞ്ഞതിൽ ന്യായമുണ്ട്. എൻ്റെ അമ്മ വമ്പൻ വില്ലത്തിയാണ്. ഇത് മാത്രമല്ല, പണ്ട് മുതലേ എൻ്റെ അമ്മയുടെ പല വിക്രയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എന്നോട് ചതി കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ ഭർത്താവിൻ്റെത് എൻ്റെ അഭിനയമാണ്. എൻ്റെ അമ്മയും കണക്കാണ്, അമ്മയുടെ മോനും കണക്കാണ്. രണ്ടുപേരും കള്ളനും കള്ളിയുമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനിതിൽ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും രണ്ടുപേരും കേൾക്കില്ല. നീ തന്നെ ഒരു തീരുമാനമെടുക്കണം എന്ന് അവളോട് പറഞ്ഞു. പൊതുവെ അവളൊരു പാവമാണ്. പക്ഷേ ഈ കാര്യത്തിന് അവൾ അടങ്ങി ഒതുങ്ങിയിരുന്നില്ല. അവളാണെങ്കിൽ എൻ്റെ മരുമകനോട്, അവളുടെ സഹോദരനോട് പറഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ മകളോട് പറഞ്ഞു. പിന്നെ അവളുടെ അച്ഛനത് അയച്ചു കൊടുത്തു. അങ്ങേരെ വേറെടുത്ത് ജീവിക്കുകയാണെങ്കിലും ഇവരെ കാര്യമായിട്ടൊക്കെ പണം കൊണ്ട് സഹായിക്കാറുണ്ട്. നേരിൽ വരില്ലെന്നേ ഉള്ളൂ. അപ്പോഴേക്കും അവളുടെ അച്ഛനെ വിളിച്ച് അവളോട് പറഞ്ഞു, മോളെ, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിട്ടു പോകുന്നത്. എങ്കിലും നിങ്ങൾ രണ്ടുപേരെ ഓർത്തിട്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഞാൻ കറക്റ്റായിട്ട് നിലനിർത്തുന്നത് എന്ന് അച്ഛനും പറഞ്ഞു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ കുടുംബം ഇങ്ങനെ ചിന്ന ഭിന്നമായതെന്ന് എനിക്ക് മനസ്സിലായി, അവൾക്ക് മനസ്സിലായി. ഈ പ്രശ്നം കേട്ട് എൻ്റെ മകൾ ഒത്തിരി ഞെട്ടി. അതേപോലെ തന്നെ മരുമകനും സ്വന്തം അമ്മയെ വിളിച്ചിട്ട് ഒത്തിരി ഉപദേശിച്ചു. പക്ഷേ അവനെയും അവരെന്തൊക്കെയോ പറഞ്ഞു. അവൻ പാവമായിട്ടിരിക്കുന്ന ഒരു ടൈപ്പാണല്ലോ. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ സ്വഭാവം മാറി. അവൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, ഇത്രയും നാള് നിങ്ങൾ പല കുഴപ്പങ്ങളും ഉണ്ടാക്കി, അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നോണം. മേലിൽ എൻ്റെ അളിയനും
പെങ്ങളും താമസിക്കുന്നിടത്തോട്ട് നിങ്ങൾ പോയേക്കരുത്. നിങ്ങൾ ഈ വീട്ടിലിരുന്നോണം. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരു ദിവസം അവിടെ ഒന്ന് പ്രകടനം കാഴ്ചവെച്ചു. അതോടുകൂടി അവളൊന്ന് അടങ്ങി. പിന്നെ കുറച്ചു മാസം ഒരു പ്രശ്നവുമില്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. മകൻ ഇങ്ങോട്ട് വരില്ല. ആരും ഒന്നുമില്ല. എല്ലാവരും എല്ലാവരുടെ ജീവിതം നോക്കി ജീവിക്കാൻ തീരുമാനിച്ചു. പ്രശ്നങ്ങളെല്ലാം അടങ്ങിയല്ലോ. ഇവളെ ഇനി വിളിക്കില്ല. ഇവളുടെ തിരുമുഖം കാണാനുമില്ല. ഇവളോടുള്ള ഫ്രണ്ട്ഷിപ്പുമില്ല. ഇവളെ എങ്ങും വെച്ച് കാണരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. പക്ഷേ ഒരു ദിവസം ഞാൻ ടൗണിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവളെ കണ്ടു. മുഖം തിരിച്ച് ഞാനങ്ങ് നടന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും അവള് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഈ തെരുവിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കാനാണെങ്കിൽ ഞാനില്ല. പറഞ്ഞ് എല്ലാം തീർത്താണ്. നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, ബാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ട. അവൾ പറഞ്ഞു, നീ കേൾക്കണം. പണ്ട് എൻ്റെ എല്ലാ കഥകളും നീ കേൾക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ കേട്ടാൽ എന്താ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവൾ എന്നെ പിടിച്ചോണ്ട് പോയി. ഇത്തിരി ഒഴിഞ്ഞങ്ങോട്ട് മാറി ചെറിയൊരു പാർക്ക് പോലെയുണ്ട്. അവിടെ പോയിരുന്ന് അവൾ എന്നോട് സംസാരിച്ചു. നീ പറഞ്ഞത് ഒക്കെ ശരിയാണ്. നിന്റെ മോനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അവൻ ഒത്തിരി പുരുഷനല്ലേ. അത് മാത്രമല്ല നല്ല സ്മാർട്ടും. ആ സമയത്ത് എനിക്ക് പ്രണയം പോലെ ഈ പ്രായത്തിലും തോന്നി. ഞാൻ ഒന്ന് കണ്ണു നൊടിച്ചതേ ഉള്ളൂ. ഉടനെ അവൻ വീണു. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവനെ പിടിച്ചു വലിച്ചതല്ല. അപ്പോ നിന്റെ മകന്റെ കാര്യത്തിൽ ഒരു കുറ്റവും ഇല്ലയോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞെന്നാലും നീ മുതിർന്നൊരു സ്ത്രീയല്ലേ. നീയല്ലേ മറ്റ് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഈ ബന്ധത്തിൽ കുറച്ചൊക്കെ അകലവും മാന്യതയും പുറത്തേണ്ടത് നീയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവള് പറഞ്ഞു, എടി അങ്ങനെയൊന്നും ആദ്യമില്ലായിരുന്നു. നീ ഒരു കാര്യം കേൾക്ക്. കല്യാണം കഴിഞ്ഞ് അവര് വീട്ടിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് താമസിക്കില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ മോള് എന്നോട് പറഞ്ഞു, അമ്മ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണെന്ന്. എന്ത് ബുദ്ധിമുട്ട്, എന്തിന്റെ ബുദ്ധിമുട്ടാണെന്ന് അറിയില്ലേ. നിന്റെ മോൻ എന്ന് പറഞ്ഞ് അവൾ കൈകൊണ്ട് ഒരാംഗ്യം കാണിച്ചു. പെണ്ണിന് അതൊന്നും ആദ്യം ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലടി. പെണ്ണിനോട് വന്ന് കംപ്ലൈന്റ് പറഞ്ഞു, അമ്മ ഞാൻ വിചാരിച്ച പോലല്ല, എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന്. ഞാനപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞു, സാരമില്ല മോളെ, ആണുങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ഒത്തിരി നല്ലതാണ്. സ്ത്രീകൾക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് കാണും. പിന്നീട് നിനക്ക് അങ്ങനെ ഒരു കാര്യം ദൈവമായിട്ട് അനുഗ്രഹിച്ചു തന്നതിൽ ഒത്തിരി സന്തോഷം തോന്നും. നിന്റെ ഭർത്താവിനെ നീ വാഴ്ത്തും. ഒരു 2-3 മാസം ഒന്ന് ക്ഷമിക്കുമോളെ. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. നീ ഒന്ന് സഹകരണ മനോഭാവത്തോടുകൂടി നിൽക്ക്. എല്ലാം നിന്റെ ഭാഗ്യമാണെന്ന് വിചാരിക്കേ. എത്രയോ പെണ്ണുങ്ങള് വർഷങ്ങളോളം മോഹിക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ പറഞ്ഞ് എൻ്റെ മോളെ ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ ആ സമാധാനിപ്പിച്ചപ്പോഴാണ് എനിക്ക് ആഗ്രഹം കൂടിയതും. ഏതെങ്കിലും ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പണ്ടേ ഇഷ്ടമാകുന്ന എനിക്കറിയാമല്ലോ. ആ സ്വഭാവം പോയിട്ടില്ല. നിരുപാധികം എൻ്റെ തെറ്റാണ് മോളെ. എൻ്റെ മകൾ തന്നെയാണ് കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞ് എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ മോഹത്തെ ഉണർത്തിയെടുത്തത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയാൻ മേലാതായി. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, സത്യം പറയടി, നിന്റെ ഭർത്താവിനെ ഞാൻ കളിയാക്കിയെങ്കിലും അങ്ങേരുടെ ഫീച്ചറല്ലേ മോനും കിട്ടിയത് എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. അവൾ എന്നെ നുള്ളിക്കൊണ്ട് ചോദിച്ചു, എടി പറയടി, അതിന്റെ രഹസ്യം പറയാന്ന്. ഞാൻ പറഞ്ഞു, ഇനി ആ രഹസ്യം പറഞ്ഞിട്ട് വേണം എൻ്റെ ഭർത്താവിന് കിടക്കപ്പുറത്ത് ഇല്ലാതാകാനെന്നും. അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൽ എന്തോ ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ. അപ്പോ എന്നോട് അവള് പറയുകയാണ്, എടി നീ ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്. ഒരു സ്പോർട്സ്മാൻ സ്പീഡിലെടുക്കുക. ഇതൊക്കെ നമ്മൾ തമ്മിൽ പണ്ടത്തെ കഥ പറഞ്ഞതുപോലെ അങ്ങ് എടുത്താൽ മതി. ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ഇനി തുടർന്നു കഴിഞ്ഞാൽ ആർക്ക് പ്രശ്നം ഉണ്ടാകില്ല. എല്ലാം രഹസ്യമായിരിക്കും. ഒഴിവാക്കാൻ പറ്റാത്തോണ്ടാ മോളെ എന്ന് പറഞ്ഞ് അവൾ എന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയുമായി. എന്നിട്ട് അവള് പറയുകയാണ്, നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ മണ്ണുണ്ണിയില്ലയോ, അവനെ ഒന്ന് ശരിയാക്കിയെടുക്കാൻ നോക്കും. അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. നിന്റെ മകൾ നിന്നോട് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞോ? ഇല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യ, അവനെ നീ ഒന്ന് നന്നാക്കി എടുക്കടി. ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം എല്ലായിടത്തും ഇരുന്നോട്ടെ എന്നൊക്കെ അവളിനോട് പറയുകയാണ്. ഇപ്പോ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഇത്രയും കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരു ഉത്തരവുമില്ലാതായ അവസ്ഥയാണ്. സത്യം പറയാൻ നിങ്ങൾക്കിതിൽ ഒന്നും ചെയ്യാനില്ല. ഇത് കുടുംബം മുഴുവൻ അറിഞ്ഞൊരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായത്തിനോട് ആരും വില കൽപ്പിക്കുന്നുമില്ല. നിങ്ങൾ പറഞ്ഞാൽ ഇത് തുടങ്ങുകയോ നിർത്തുകയോ അവസാനിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ശ്രദ്ധിച്ചാലും അത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ
തൽക്കാലം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിണ്ടുന്ന ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാന്നല്ലാതെ എന്ത് ചെയ്യാനാണ്? കൂടുതൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക. വേണമെങ്കിൽ അവർ നിങ്ങളെ ഉത്തേജിപ്പിച്ച് വഴിതിരിച്ച് വേറെ വശത്തേക്ക് വിടും. അവരെ പോലെ തന്നെ നിങ്ങളെ ആക്കിയെടുക്കാൻ വേണ്ടി ആ സ്ത്രീ ശ്രമിക്കുകയാണ്. അതിന് പോകാതിരിക്കുന്നതല്ലേ നല്ലത്. മറ്റു സംഭാഷണങ്ങൾ അവസാനിപ്പിച്ച് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതാകും ഈ ഒരു സമയത്ത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്.